എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വാച്ച്ഡ് ദ മൂവി ടുഡേ ആൻഡ് ഹിയർ ഈസ് മൈ ഓണസ്റ്റ് വ്യൂ. ഇറ്റ് ഈസ് ആൻ ആവറേജ് മൂവി വിത്ത് ആൻ ഓക്കെ സ്റ്റോറി, നത്തിങ് എക്സെപ്ഷണൽ, ബട്ട് ഈസ് വാച്ച് മോർ ടു എ വൺ ടൈം വാച്ച്. എ ബിറ്റ് ഓഫ് വയലൻസ് ഇസ് ദെയർ. വയലൻസ് ഭയങ്കരമായിട്ട് കൂടിപ്പോയി കഴിഞ്ഞാൽ വെറും എന്തോന്നില്ല ഇതിനെങ്ങാട്ടി മലയാളത്തിലെ ജോർജ് കുര്യനൊക്കെ മറ്റേ വാഴ വെട്ടില്ല വാഴ അതേപോലെയാണ് ഇരിക്കുന്നത്. വെറുതെ ആ ജോസഫ് ഒക്കെ സിനിമ കണ്ടപ്പോ എനിക്ക് ഇയാളുടെ ഭയങ്കര ആരാധനയായിരുന്നു. എന്തിനാ കമന്റിൽ വല്ല ഉള്ള വില കളഞ്ഞു മനസ്സിലായി. എനിക്ക് പടം തീരണവുമില്ല, ചുമ്മാ അടി 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 തന്നെ. പിന്നെ 30 പേരൊക്കെ സൂര്യനെ ഒറ്റയ്ക്കൊക്കെ അടിച്ച്. പിന്നെ തെലുങ്ക് പടത്തിലെ ബാലയ്യെ പോലെയൊന്നും അത്രയൊന്നും ആയില്ല. പക്ഷെ അല്ല, പടം തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു ബിൽഡപ്പ് നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പോഴത്തെ കുറെ കൊച്ചു പയ്യന്മാരൊക്കെ ആ പാട്ടും ഒരു ഫൈറ്റൊക്കെ ഓർക്കായിരുന്നു. പിന്നെ പിന്നെ ആയപ്പോ ലാഗായി. 200 കോടിയാ? അത് നമ്മൾ കണ്ടാലേ പറയുമ്പോ ഞാൻ ഉള്ള കാര്യം പറയാം. സിനിമ കൊള്ളാന്ന് പറയും. ഇല്ലെങ്കിൽ അത് ഏത് നടന്മാരായിരുന്നാലും ശരിയാണ്. പിന്നെ മോഹൻലാലിന്റെ മമ്മൂട്ടിയെ പടം ഞാൻ പറയില്ല. കാര്യം നമ്മളെ മലയാളത്തിലെ മഹാനടനും മെഗാസ്റ്റാറുമാണ്. അത് നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. അവരില്ലെങ്കിലും തുടരും സിനിമയൊക്കെ വെച്ച് വേറെ ലെവലല്ല. ഇത് സൂര്യൻ നമ്മൾ അതിന് പ്രതീക്ഷിച്ച് വന്നതാണ്. ജയറാമണ്ണനൊക്കെ എന്തുകൊണ്ട് ജയറാമണ്ണൻ മലയാളത്തിൽ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് തമിഴിൽ ഇപ്പോൾ ഉള്ള വില കളയാൻ വേണ്ടി ഒരു കോമഡി കേൾക്കണം. ജയറാമണ്ണനൊക്കെ മലയാളത്തിൽ എത്ര നല്ല നല്ല സിനിമകൾ ചെയ്തിട്ടുള്ളതാണ്. ഈ സിനിമ ഇതിലൊക്കെ പോയി വെറും കോമഡി ആയിട്ട് നിൽക്കണം. പക്ഷേ സൂര്യാമണ്ണൻ ഇങ്ങനെ കാർത്തിക് ക്ലാസ് ഒട്ടിക്കാൻ ഒരിക്കലും വിചാരിക്കില്ല കേട്ടാ. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഒരു ബിൽഡപ്പും അത് കഴിഞ്ഞപ്പോ ഇടയ്ക്ക് ലാഗ് ഉണ്ടായിരുന്നപ്പോ ഞാൻ തന്നെ 2-3 ഫോട്ടോ ആയിട്ടായിരുന്നു. പിന്നീട് പിന്നെ വീണ്ടും ഒരു വെടിയും ചിറ്റലും ചിറ്റലൊക്കെ ഉണ്ടായപ്പോഴത്തേക്കാണ് വീണ്ടും ഞാൻ എണീറ്റത്. സെക്കൻഡ് ഹാഫ് കുറച്ച് നമുക്ക് സെറ്റ് ആവുമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ അല്ല, ഇതിന് വലിയ വേഷം കിട്ടാനില്ലല്ലോ. അതുകൊണ്ടാണ് വേഷം കിട്ടാൻ ഞാൻ വന്നത്. അല്ല ഞാൻ കപ്പനാറ സിനിമയ്ക്ക് വേണ്ടി കോസ്റ്റ്യൂമിൽ വരാനുള്ള പരിപാടിയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കത്ത അത് കഴിഞ്ഞിട്ട് താരയില്ലാതെ വരുള്ളൂ. അതിനായിട്ട് വേണ്ടിയാണ്. പക്ഷെ എനിക്ക് വിഷമമുണ്ട് കേട്ടാ. പഴയ സൂര്യനെ ആദ്യമേ കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ അയന് പോലെ വന്നിട്ടില്ല. അയന് പോലെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് ചില കുട്ടികളെ കൊള്ളാന്ന് പറയും. കുറച്ച് റൊമാൻസ് ഉണ്ട്. പിന്നെ ഇമോഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കൂടിപ്പോയി. ഒരുപാട് ഇമോഷണൽ ആയിപ്പോയി. ഒരു വിധത്തിൽ പടം തീരല്ല. ഇമോഷണൽ കൂടിപ്പോയിട്ട് കുഴപ്പമൊന്നുണ്ട്. കാർത്തികിനെ അബദ്ധം പറ്റിയെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാന് സൂര്യനെ കുറ്റം പറയണല്ല. നല്ലതെന്ന് തന്നെ പറയണം. കണ്ടവർക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. എനിക്ക് വർക്കൗട്ട് ആയില്ല സിനിമ. ഇല്ല, ഒരു ഇമോഷണൽ കണക്റ്റും സിനിമയിൽ ഒരിടത്തും കിട്ടിയിട്ടില്ല എനിക്ക് വ്യക്തിപരമായിട്ട്. ഒരു ഗാങ്സ്റ്റർ സ്റ്റോറിയാണ്. ഒരിക്കൽ ക്യാൻസർ ആയിരുന്ന വ്യക്തി പിന്നെ അവിടുന്ന് ലൈഫിൽ നിന്ന് മാറി നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. അപ്പം ആ ടൈപ്പ് മോഡലിൽ ഒത്തിരി സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ ഒരു ക്ലീഷ സംഭവം തന്നെയാണ് ഒരു സിനിമയ്ക്കായിട്ട് വരുന്നത്. പക്ഷെ ഇതിങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോയിട്ട് അതിന്റെ ഇടയിൽ കൂടെ രക്ഷകൻ സംഭവം കൂടെ വന്നിട്ടുണ്ട്. പുള്ളി ആൾക്കാരെ രക്ഷിക്കുകയാണ്, ഒരു ദ്വീപ് മൊത്തത്തെ രക്ഷിക്കുകയാണ്. അപ്പം ഈ ഒരു രക്ഷകൻ ബാക്കിലെ പുള്ളിക്ക് തന്നെ എനിക്ക് കിട്ടുമെന്നാണ് എന്റെ ഒരു തോന്നല്. എനിക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ല, ഇമോഷണൽ കണക്റ്റില്ല. നിങ്ങൾ എന്തൊക്കെ ഡയലോഗ് പറഞ്ഞിട്ടോ എന്തൊക്കെ നീട്ടി കളിച്ചിട്ടോ എന്തൊക്കെ ചെയ്തിട്ടോ ഒരു കാര്യമില്ല. സൂര്യ അദ്ദേഹം ഒത്തിരി ഇമോഷണൽ ഡയലോഗ്സ് ഒക്കെ അദ്ദേഹം റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് മറ്റേ വാരണായിരത്തിന്റെ ആ ഒരു സംഭവമൊക്കെ എനിക്ക് ഇങ്ങനെ ആ ഒരു വോയിസ് മോഡുലേഷൻ ഒക്കെ പുള്ളി ഇതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ച പോലെയൊക്കെ തോന്നി. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കണക്ട് കിട്ടണ്ടേ, നമുക്ക് എന്തെങ്കിലും ഒരു തോന്നുന്നുണ്ട് ഇത് ഇങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ പുള്ളിയുടെ റൊമാൻറ്റിഫിക്കേഷൻ കുറെ കാര്യങ്ങള് ഇടയ്ക്കിടെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു ഇതൊന്നും എനിക്ക് പേഴ്സണലി വർക്ക്ഔട്ട് ആയില്ല. ഇതൊരു എക്സ് ക്യാൻസർ പ്ലസ് അയാളുടെ ബാക്ക് സ്റ്റോറി പ്ലസ് രക്ഷകൻ, ഇത്രയും കാര്യങ്ങളും കൂടി ചേർന്നിട്ട് ഒരു അവിയൽ വരുവായിട്ട് എന്നാണ് എനിക്ക് തോന്നിയത്. കമ്പയെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഒരു വെറിഫൈങ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. അതിനേക്കാളും വെച്ച് നോക്കുമ്പോൾ ഇതേയും കുഴപ്പമില്ല. പക്ഷെ ഇതൊരു കമ്പുവ ലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ജയറാമ വളരെ മോശമായിരുന്നു. കോമാളി കഥാപാത്രമായിട്ടാണ് പുള്ളി ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഞാൻ പലരോടും പറഞ്ഞ കാര്യം, തെനാലിയിൽ അദ്ദേഹം മലയാളം ഡയലോഗ് പറയുന്നുണ്ട്. തെനാലിന്ന് പഴയ സിനിമയില് അതില് കമലഹാസനൊപ്പോ അല്ലെങ്കിൽ കമലഹാസനെ കാണും സ്റ്റോറി ചെയ്ത ഒരു പുള്ളിയാണ്. ഇതിനകത്ത് വന്നിട്ട് മലയാളം ഡയലോഗ് പറയുമ്പോഴത്തേക്കും
ഞങ്ങള് മലയാളികളെ പറയിപ്പിക്കില്ല ജയറാമേട്ട എന്നാണ് എന്റെ മനസ്സിൽ എനിക്ക് തോന്നിയത്. അപ്പൊ പുള്ളി വെറും പുള്ളിയുടെ അൾട്ടിമേറ്റ്ലി പുള്ളിയുടെ ലൈഫ്, പുള്ളിയുടെ ഒരു കരിയർ, പുള്ളിയുടെ തീരുമാനം. പക്ഷെ പ്രേക്ഷകർ തിരിച്ചിട്ട് നമുക്ക് അഭിപ്രായം വരെ ഉള്ള എഴുതുന്നില്ല. നമ്മൾ അദ്ദേഹത്തിന്റെ കാലുവരെ കണ്ടിട്ടുള്ളതാണല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. പിന്നെ അല്ല, കണ്ടോണ്ടൊക്കെ ഇരിക്കാം. പിന്നെ കുറച്ച് വയലൻസ് സീനുകളൊക്കെ ഉള്ളതുണ്ട്. അപ്പൊ അത് ഒരു പക്ഷേ ഫാമിലീസിന് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ പടം മോശമായിരുന്നു. ഒരു 3 മണിക്കൂർ പോയി കിട്ടി, പൈസയും പോയി, 250 രൂപയും പോയി. പാട്ട് മാത്രം കൊള്ളാം, സന്തോഷ് നാരായണന്റെ പാട്ടും ഫൈറ്റും കൊള്ളായിരുന്നു. പക്ഷെ ഒന്നും അങ്ങ് ഇമോഷൻസ് ഒന്നും വലുതായിട്ട് വർക്കായില്ല. അല്ല, മൊത്തത്തിലൊരു ലാഗാണ്. പിന്നെ അവരെ നമ്മള് യൂഷ്വൽ കാർത്തിക് സുബ്രാജിന്റെ പടത്തിൽ കാണിക്കുന്ന പോലെ ഒരു ഇമോഷണൽ അവസാനം എന്തെങ്കിലും വെച്ചൊന്ന് കണക്ട് ചെയ്യും. ആ കണക്ഷൻ ഒന്നും ഇതിനകത്ത് ഒട്ടും വർക്കായിട്ടില്ല. പിന്നെ കുറച്ച് ആ ലവ് സീൻസ് ഒക്കെ കുറച്ച് നമുക്ക് ഭയങ്കരമായിട്ടൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് മേക്ക് ചെയ്ത പോലെ ഫീലായി. ഓരോന്നിനും ഒരു കണക്ഷൻ ഇല്ലാതെ അവർ പിരിയുന്നു, പിന്നെ തിരിച്ചു വരുന്നു. നമുക്കൊന്ന് കണക്ട് ആയില്ലോ ഒന്ന്. ജയറാമിനെ ഒക്കെ മൊത്തത്തിൽ കോമാളിയായേക്കാം. ജയറാമിന്റെ ആ ഒരു റോള് ഭയങ്കര ജയറാമിന്റെ ഒരു ടാലന്റിനെ നമ്മൾ കണ്ടു വളർന്ന ജയറാമിനെ വെച്ച് നോക്കുമ്പോൾ ഇതില് ജയറാമിനെ ഭയങ്കര താഴ്ത്തി കാണിച്ചിരിക്കുകയാണ്. മാർക്ക് കൊടുക്കാനൊന്നും ഇല്ല. ഞാൻ കണ്ടിട്ട് ഒരു 3 മണിക്കൂർ കളയാനുണ്ടെങ്കിൽ വന്നിരുന്ന് കാണാം. AC ഇരിക്കാൻ താല്പര്യമുള്ളവരാണ്. ഫ്രീ ആയിട്ട് ടിക്കറ്റ് കിട്ടുവാണെങ്കിൽ വന്ന് കിടന്നു പോകാം, അത്രേ ഉള്ളൂ. പടം കൊള്ളായിരുന്നു, കുഴപ്പമില്ല. നമ്മൾ ആവറേജ് പടമാണ്, വേറെ അങ്ങനെ പറയാൻ പറ്റൂല. ക്ലൈമാക്സിലോട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വേറെന്ത് പറയാനാണ്, കാർത്തിക് സുബ്രാജിന്റെ പടം വിശ്വസിച്ചാണ് വരുന്നത്. അപ്പൊ ആൾക്കാർക്ക് അതെല്ലാം എക്സ്പെക്ട് ചെയ്ത് വരുന്നു. ഇത്തിരി ഹൈപ്പ് കുറച്ച് വരണം, ഹോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പടം കയറുന്ന സമയത്ത് ഹോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയായിരിക്കും പടം എന്നുള്ളത്. സൂര്യയുടെ ലുക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ കൊള്ളാം പടം. പക്ഷെ ബാക്കി കാർത്തിക് സുബ്രാജ് പടം ആണെങ്കിലും ബട്ട് അത്രയ്ക്ക് വിചാരിച്ചിട്ട് എക്സ്പെക്ട് ചെയ്ത് അത്ര വന്നിട്ടില്ല. മോശമായിട്ട് പറയാൻ പറ്റില്ല. ലൈക്ക് ലാഗാണ് ഫീൽ ചെയ്യണത് മെയിൻ ആയിട്ട്, വേറെ ഒന്നും അങ്ങനെ പറയാൻ പറ്റില്ല. ഫൈറ്റ് ഒക്കെ നമ്മൾ ഭയങ്കര ഫൈറ്റ് ആണ്, അവിടെ ഇവിടെയൊക്കെ ഫൈറ്റ് ആയിരിക്കും. ട്രെയിലർ കട്ടിൽ എന്താണ് എക്സ്പെക്ട് ചെയ്ത് നമ്മൾ വന്നാൽ അത് കിട്ടില്ലാണെങ്കിൽ ഇടിയൊക്കെ ഇടിക്കുമ്പോഴത്തേക്ക് ഫീൽ പോലും ചെയ്യണം നമുക്ക്. അന്നേരം അങ്ങനെയല്ല പറഞ്ഞ, ബട്ട് ഫൈറ്റ് എന്ന് പറയുമ്പോ ഒരു ഫൈറ്റ് വരും. പിന്നെ വേറെ അങ്ങനെയായിട്ട് പടം ഒന്നും പറയാൻ പറ്റില്ല. ജയറാമേട്ടൻ കൊള്ളായിരുന്നു, ആവശ്യത്തിനുള്ള സീനാണെങ്കിലും അന്ന് സ്കോർ ചെയ്ത് പോയിട്ടുണ്ട്. ചോദിച്ചേട്ടൻ ഇല്ല നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പുള്ളിയെ കൊണ്ട് മാത്രമേ അത് പറ്റുള്ളൂ. ഇമാതിരി പുള്ളിയെ കൊണ്ട് മാത്രം പറ്റുള്ളൂ. അത് മലയാളത്തിൽ നിന്ന് ചെയ്തിട്ടുള്ള എല്ലാ ആക്ടേഴ്സും, മുഖ്യം 3-4 ആക്ടേഴ്സ് ഉണ്ട്, അവർക്ക് എല്ലാവരും ടോപ്പ് നോച്ചായിട്ടാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. തമിഴ് ആക്ടേഴ്സിന് അങ്ങനെ ഡിഗ്രേറ്റ് പറയാനില്ല, പക്ഷെ നമ്മുടെ മലയാളത്തിലുള്ള ആക്ടേഴ്സ് എല്ലാം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ജോയിച്ചേട്ടനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. 10-ൽ 6-7 അത്ര കൊടുക്കാൻ പറ്റും. സൂര്യ ഫാൻസിന് എന്തായാലും ഇഷ്ടപ്പെടും. എന്തായാലും ഒരു കമ്പാക്ക് ആണ്. നമ്മള് പ്രതീക്ഷിച്ച അത്ര വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യം നമ്മള് കാർത്തിക് സുബ്രാജ് സൂര്യ കോംബോ ഒക്കെ കുറച്ചുകൂടെ ഒക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ ആ ഒരു ലെവലൊന്നും എത്തിയില്ല. ഒരു എബോ ആവറേജ് ലെവലിൽ നിൽക്കാനാണ് ചാൻസ്. പിന്നെ ബാക്കി ഫസ്റ്റ് തൊട്ട് നോക്കുമ്പം ഒരു പടം മൊത്തത്തിൽ ഒരു പാട്ട് വൈബാണ്. ആ പാട്ട് അത് വലിയ വെറുപ്പിക്കലൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ക്ലൈമാക്സ് പ്രേക്ഷകർക്ക് എത്രത്തോളം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. പിന്നെ കാർത്തിക് സുബ്രാജിന്റെ കുറച്ചുകൂടെ ഒക്കെ പ്രതീക്ഷിച്ചു. നമ്മള് സൂര്യണ്ണന്റെ മെയിൻ ആയിട്ടുള്ള കമ്പാക്ക് ഇതുവരെയായിട്ടും വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ആക്ഷനൊക്കെ കുറെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഫസ്റ്റ് ഹാഫും ലവിനൊക്കെ ആയിരുന്നു പ്രാധാന്യത്തിൽ വന്നത്. പക്ഷെ ക്ലൈമാക്സ് നമ്മള് ഒട്ടും പ്രതീക്ഷിച്ചില്ലാത്ത ഒരു ക്ലൈമാക്സ് ആയിരുന്നു. ഒരു ലവ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ നിർത്തുമെന്നാണ് വിചാരിച്ചത്. കാർത്തിക് സുബ്രാജ് കുറെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലവ് വിത്ത് ലോട്ട് ഓഫ് ആക്ഷൻസ് എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ക്ലൈമാക്സ് കൊണ്ടെത്തിച്ചത് വേറൊരു കുറച്ച് പാസം ടൈപ്പ് പോലെ തോന്നി. നമുക്ക് പ്രതീക്ഷിച്ച ഒരു ഇമ്പാക്ട് ഒന്നും കിട്ടിയില്ല ക്ലൈമാക്സ് ലെവൽ. 10-ന് 7-7.5 ആ ഒരു ലെവലൊക്കെ തന്നെ കൊടുക്കാൻ പറ്റും. അല്ല ഒരു എബോ ആവറേജ് ലെവൽ ആ ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ നമ്മള് പ്രതീക്ഷിച്ച അണ്ണന്റെ കമ്പാക്ക് ഒന്നും പടത്തില് കിട്ടിയില്ല.